ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ചാരുവിൻ്റെ മുഖത്ത് നോക്കി ശ്രേയ ആ സത്യം വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ടൂർ പോയപ്പോൾ, ഹണിമൂൺ ആഘോഷിക്കാൻ പോയപ്പം അവിടെ പോലീസുകാർ നിന്ന് പെൺവാണിഭത്തിൻ്റെ പേരിൽ സംസാരിച്ചതും, അങ്ങനെ നിങ്ങളിപ്പോൾ ഇവിടെ തിരിച്ചെത്തിയില്ലേ, കള്ളക്കേസിൽ ആകാശിനെ കുടുക്കിയില്ലേ, എല്ലാം ഈ ശ്രേയയുടെ കൈകളാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിൽ. എനിക്ക് ആകാശിനോട് നിന്നോടുള്ള പകയും പ്രതികാരവും കൊണ്ട് ഞാൻ ചെയ്തതാടി ഇതെല്ലാം എന്ന് പറയാം കേട്ടോ. നമ്മുടെ ചാരു ആണെങ്കിലോ ശ്രേയെ കണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു പരാതി പിൻവലിപ്പിക്കാനും അതുവഴി ആകാശിനെ ജയിൽ മോചിതനാക്കാനും വേണ്ടിയിട്ടാണല്ലോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനും വേണ്ടിയിട്ടാണ് ചാരു ശ്രേയെ കാണാൻ പോയത്. അപ്പോഴാണ് നമ്മുടെ ചാരുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ശ്രേയ ഉള്ള സത്യങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയുന്നത്. നിൻ്റെ ആകാശിനെ വെറുതെ വിടുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അവനെ കൊണ്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കും ഞാൻ. കരഞ്ഞുകൊണ്ട് അവനെൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം, എന്നാൽ മാത്രമേ അവന് ഞാൻ ക്ഷമ കൊടുക്കുകയുള്ളൂ എന്നെല്ലാം ശ്രേയ വിളിച്ച് പറയാം കേട്ടോ. അങ്ങനെ കാല് പിടിച്ച് മാപ്പ് പറയാൻ മാത്രം അക്കുച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ശ്രേയയുടെ തെറ്റിദ്ധാരണയാണ്, ശ്രേയയ്ക്ക് അറിയാവുന്നതല്ലേ എല്ലാം എന്ന് ചാരു പറയുന്നുണ്ട് കേട്ടോ. നീ കൂടുതലായിട്ട് ഒന്നും പറയണ്ട, ഇറങ്ങി പോകുന്ന ഇവിടുന്ന്, അതോ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനെ പിടിച്ച് നിന്നെ പുറത്താക്കിക്കണമെന്ന് ശ്രേയ ചോദിക്കാം കേട്ടോ. ഇല്ല, അക്കുച്ചേട്ടനെ പുറത്ത് വിടാതെ ഞാൻ പോവത്തില്ല എന്ന് പറയാം കേട്ടോ. അപ്പം അവിടെ താൻ കുടിച്ചുകൊണ്ടിരുന്ന ചായ എടുത്തിട്ട് ചാരുവിൻ്റെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ചാരു ആകെ ഞെട്ടിപ്പോയി. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അവനെ ഞാൻ വെറുതെ വിടില്ല, സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയാണ്. അതിൽ ചാരു പറഞ്ഞു, മേഡം ഈ ചെയ്തത് വലിയ ചതിയാ, ഇതിൻ്റെ പേരിൽ ശ്രേയ നീ വിഷമിക്കും, നീ ഇതോർത്ത് വിഷമിക്കും, അങ്ങനെ ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടാട്ടോ ചാരു അവിടെ നിന്ന് ഇറങ്ങുന്നത്. ചാരു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടതും നമ്മുടെ ആകാശിനെതിരെ കള്ളസാക്ഷി പറഞ്ഞവനുണ്ടല്ലോ, തൻ്റെ തലയടിച്ച് പൊട്ടിച്ചത് ആകാശ് പറഞ്ഞിട്ടാണ്, ആകാശിൻ്റെ ചേട്ടൻ വന്ന് ഇതാക്കിയെന്നൊക്കെ പറഞ്ഞല്ലോ, അവനിത് കണ്ടിട്ട് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അവൻ അതുപോലെയാണ് നോക്കി നിൽക്കുന്നത്. കാരണം ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണല്ലോ, അതും അരവിന്ദ് ചെയ്തൊരു കാര്യത്തിന് ആകാശിന് ഒരു പങ്കും ഇല്ലെന്ന് അങ്ങേർക്ക് അറിയാം. ശ്രേയ മേഡത്തിന് ഇവരോടുള്ള പക കൊണ്ടാണ് തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതെന്നും പുള്ളിക്കാരന് മനസ്സിലായെങ്കിലും നിസ്സഹായാവസ്ഥയോടെ അദ്ദേഹവും നോക്കി നിൽക്കുകയാണ്. ശ്രേയയ്ക്ക് ായിട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ജോലി വെള്ളത്തിലാവുന്നുള്ള കാര്യം അങ്ങേർക്കറിയാലോ. ഇതേ സമയത്ത് പിന്നീട് വീട്ടിലെത്തിയ ചാരു ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ശ്രേയ തന്നോട് ഇങ്ങനെ പെരുമാറിയതോ ശ്രേയയും ആകാശം തമ്മിലുള്ള മുൻ ബന്ധത്തിനെ കുറിച്ചോ ഒന്നും ആരോടും പറയാനും കഴിയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ കണ്ട ആ വിഷമം കൊണ്ട് നമ്മുടെ ചാരു ഇരിക്കുമ്പോഴാണ് നമ്മുടെ അരവിന്ദൻ്റെ അമ്മയുണ്ടല്ലോ, പുള്ളിക്കാരി അരവിന്ദനെ വിളിക്കുക. എടാ മോനെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആകാശ് പോലീസ് സ്റ്റേഷനിലും ആയി. പക്ഷേ ഇതുകൊണ്ടൊന്നും നീ പിന്മാറരുത്. നിന്നെ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാലേ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പുറത്ത് വിടും. നിന്നെ തല്ലിച്ചതച്ചിട്ടാണേലും സത്യം അവർ പറയിപ്പിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും അവർക്ക് പിടികൊടുത്തരുത്. അല്ലെങ്കിൽ അവർക്ക് നിന്നെ കണ്ടെത്താനൊന്നും കഴിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമായില്ലടാ. എനിക്ക് സന്തോഷമാവണമെങ്കിലേ ആകാശ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നാൽ പോരാ, അവൻ അവിടുന്ന് ജയിലിലെത്തിയിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമാവത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇവിടെയുള്ള അഹങ്കാരികളെല്ലാം ഒരു പാഠം പഠിക്കത്തുള്ളൂ എന്ന് ഇവൻ്റെ അരവിന്ദിൻ്റെ അമ്മ പറയുന്നത് നമ്മുടെ ചാരു കേൾക്കുകയാണ് കേട്ടോ ഫോണിൽ. അത് കേട്ടതും ചാരുവിനാകെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരികയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ചാരു മടിച്ചെന്നില്ല. പെട്ടെന്ന് തന്നെ ബാലമാമൻ്റെ അടുത്ത് പോയി കേട്ടോ. ബാലമാമയാണെങ്കിലോ ഈ എന്താ പറയുക, അരവിന്ദനെ എങ്ങനെയും കണ്ടെത്തണമല്ലോ, എന്നാൽ മാത്രമല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ആകാശിന് പുറത്തിറക്കാൻ കഴിയത്തുള്ളൂ. ഒരുത്തൻ കാരണം മറ്റൊരുത്തൻ ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് ബാലമാമയ്ക്കും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് ഇവനെ എങ്ങനെ കണ്ടെത്തണം എന്നൊക്കെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലമാമേ, അരവിന്ദേട്ടൻ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നത് കേട്ടോ. അത് കേട്ടതും ബാലമാമ, മോളെ നീ എന്താ ഈ പറയുന്നത്, അരവിന്ദൻ എവിടെ ഉണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കാം കേട്ടോ. എനിക്കറിയാം ബാലമാമേ, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അക്കുച്ചേട്ടനോട് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തിട്ട് അരവിന്ദേട്ടൻ അങ്ങനെ സൂചിച്ച് നടക്കണ്ട. നിനക്ക് അരവിന്ദൻ എവിടെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ നീ എന്തേ അത് മുന്നേ പറയാത്തതെന്ന് ചോദിക്കാം കേട്ടോ. ഒന്നുമില്ല, മനഃപൂർവ്വം ഒളിവ് കഴിയുന്ന ഒരാളെ ഞാനായിട്ട് എന്തിനും എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനും അക്കുച്ചേട്ടനും കൂടി അന്ന് ഒരു വീട്ടുകൂടലിന് പോയില്ലേ, അത് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ അരവിന്ദേട്ടനെ യാദൃശ്ചികമായിട്ട് കണ്ടത്. അന്ന് ഞാൻ അക്കുച്ചേട്ടനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതാ. അക്കുച്ചേട്ടനോട് പോലും ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഇപ്പം എൻ്റെ അക്കുച്ചേട്ടനെ അരവിന്ദേട്ടനായിട്ട് അപകടപ്പെടുത്തിയേ ഇതുപോലെ ഒരു പ്രവൃത്തി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതും കൂടിയാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് ഞാൻ
ഇത് പറയാമെന്ന് വിചാരിച്ചതെന്ന് പറയാം കേട്ടോ. എങ്ങനെയും അരവിന്ദേട്ടനെ കണ്ടെത്തണം, എന്നിട്ട് അക്കുച്ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം എന്ന് പറയാം കേട്ടോ. കൂടെ ശ്രേയ പറഞ്ഞ വാക്കുകളും എല്ലാം ചാരുവിൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലമാമയോട് ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തല്ലോ. അങ്ങനെ ബാലമാമ അവിടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അവിടേക്ക് പുറപ്പെട്ടതും അരവിന്ദനെ അവിടെ കാണുകയാണ് കേട്ടോ. അരവിന്ദനാണെങ്കിലോ ഇവരെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് കേട്ടോ. ഇവർക്കൊന്നും തന്നെ പിടിക്കാൻ കഴിയില്ല, ഇത്രയും വയസ്സായ ഈ ബാലമാമ എങ്ങനെയാണ് പിറകെ ഓടുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. പക്ഷേ ബാലമാമ പോലീസുകാരെയും കൂട്ടിയിട്ടായിരുന്നു പോയത് കേട്ടോ. അങ്ങനെ വലിയൊരു ഫൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചാടി രക്ഷപ്പെടാൻ നോക്കിയ അരവിന്ദനെ പോലീസ് കൈകാര്യം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പിടിച്ച് പോലീസ് ജീപ്പിലിട്ട് അങ്ങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെ അരവിന്ദനും അരവിന്ദൻ്റെ അമ്മയും കൂടി സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം അവിടെ തകിട് പൊടിയായി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ആകാശിനൊരു കഷ്ടകാലം അല്ലെങ്കിൽ അവനൊരു ദുരിതം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാരു ഇങ്ങനെയുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. ആകാശിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായ ഒരു മനസ്സ് ചാരുവിനുണ്ട്. എന്തായാലും ശ്രേയയ്ക്ക് ആകാശിനോടുള്ള പകയെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രേയയ്ക്ക് വേണ്ടിയിട്ട് ആകാശിനെ വിട്ടുകൊടുക്കണമെന്ന് ചാരു എന്തായാലും ഒന്നുകൂടി ചിന്തിക്കും. അവൾക്ക് വേണ്ടി ആകാശിനെ വിട്ടുകൊടുക്കാമെന്നുള്ള വാക്കെല്ലാം ചാരു കൊടുത്തെങ്കിലും ശ്രേയയുടെ മനസ്സിൽ ആകാശിനോടുള്ള വെറുപ്പും അവനെ ദ്രോഹിക്കുന്ന ഒരു മനസ്സും ഒക്കെ കാണുമ്പോൾ ചാരു എന്നെ ചിന്തിക്കും, നമുക്കൊരാളോട് അത്രമാത്രം ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ചതിച്ചാൽ പോലും നമ്മൾ അവരെ തിരിച്ച് ദ്രോഹിക്കാനോ അങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാനോ നമുക്ക് കഴിയില്ല. മറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോവുക എന്നുള്ളത് തന്നെയല്ലേ വലിയ കാര്യം. അങ്ങനെ ഒരു മനസ്സില്ലാതെ ആകാശിനെ ഇത്രമാത്രം ക്രൂരമായിട്ട് ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും ശ്രമിക്കുന്ന ശ്രേയയ്ക്ക് എന്തിനു താൻ തൻ്റെ ജീവനായ അക്കുച്ചേട്ടനെ ആകാശിനെ വിട്ടുകൊടുക്കണമെന്നായിരിക്കും ചാരു ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രേയയോടുള്ള പ്രതികാരം പോലെ തന്നെ ആകാശിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആകാശിൻ്റെ കൂടെ ജീവിക്കാനായിരിക്കും ഇനി ചാരു ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ശ്രേയയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും. ശ്രേയയാണെങ്കിലോ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആകാശിനെ അങ്ങ് ജയിലിൽ കയറ്റാമെന്നും കുറേ കാലം അവനെ ജയിലിലിടാമെന്നും ഒക്കെയാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അരവിന്ദിനെ കണ്ടെത്തിയായിട്ട് ഇത്രയും പെട്ടെന്ന് പോലീസ് ഈ ഒരു കാര്യത്തിൽ നടപടിയെടുക്കുന്നുള്ള കാര്യമൊന്നും ശ്രേയ സ്വപ്നം കണ്ടില്ല. ചാരു തന്നെ അതിനൊരു വഴി ഒരുക്കിയതും ശ്രേയ അറിഞ്ഞില്ല. ശ്രേയ എല്ലാം അറിഞ്ഞു വരുമ്പോഴേക്കും ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിട്ടിരിക്കും. അരവിന്ദൻ്റെ മേലെ എല്ലാ കുറ്റം ചുമത്തപ്പെടുകയും ചെയ്യും. അരവിന്ദനും അതേപോലെ തന്നെ ആകാശും തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധമില്ലെന്നും ഒരിക്കൽ വിവാഹ പന്തലിൽ വെച്ചിട്ട് ചാരുവിനെ വിവാഹം കഴിക്കാത്ത സമയത്ത് മുങ്ങി സ്വന്തം അനിയനെയും വീട്ടുകാരെയും ചതിച്ച അരവിന്ദൻ ഇപ്പോൾ പെട്ടെന്ന് അനിയനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, തന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് തൻ്റെ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതെന്ന് ആകാശ് മൊഴിയും കൂടി കൊടുക്കും. മാത്രമല്ല ആകാശിൻ്റെ അച്ഛനും അവരുടെ ബന്ധുക്കളും എല്ലാവരും അതേ മൊഴിയിൽ ഉറച്ചു വെക്കും. അതോടുകൂടി തന്നെ അരവിന്ദനും ആകാശും തമ്മിൽ സ്നേഹത്തിൻ്റെ പേരിലല്ല, ആകാശിനെ ദ്രോഹിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നും അന്ന് അരവിന്ദിന് പറഞ്ഞു വെച്ച പെണ്ണിനെ ആകാശാണ് പിന്നീട് സ്വീകരിക്കേണ്ടിയും കല്യാണം കഴിക്കേണ്ടിയും വന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നതോടുകൂടി അരവിന്ദ് എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് ജയിലിലേക്ക് മാറും. അരവിന്ദിൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കിടന്നാൽ പോരാ, അവൻ ജയിലിലാവണമെന്ന് പറഞ്ഞില്ലേ, അത് അരവിന്ദനാണ് അകപ്പെടാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ശ്രേയയ്ക്കും അരവിന്ദിൻ്റെ അമ്മയ്ക്കും ഇത് തിരിച്ചടിയുടെ കാലം തന്നെയാണ്. ആകാശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ശ്രേയ അറിയാൻ പോകുന്നത്. ശ്രേയയ്ക്ക് അത് താങ്ങാൻ പറ്റുമോ, വീണ്ടും അടുത്ത ചതികളും പണികളുമായിട്ട് വരുമോ? എന്തായാലും ചാരു ഉണ്ടാവും ആകാശിൻ്റെ മുന്നിൽ ശ്രേയയെ നേരിടാൻ. ഇനി വീണ്ടും അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.